ഇപ്പോൾ കളമശ്ശേരി കൊലപാതക കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, പ്രതിയുമായി തെളിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? സിജു, കളമശ്ശേരിയിലുള്ള പാറമടയിലാണ് ഇന്ന് തെളിവെടുപ്പ് നടക്കുന്നത്. ഇവിടെ ഈ പാറമടയിലാണ് JC എബ്രഹാമിന്റെ ഫോൺ പ്രതി ഉപേക്ഷിച്ചത്. ഫോൺ എറിഞ്ഞു കളഞ്ഞത് എങ്ങനെയാണെന്ന് പോലീസ് പ്രതിയുമായി എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. രാവിലെ ഇവിടെ സ്ഥലത്തെത്തിച്ച് ചോദിച്ചപ്പോൾ ഫോൺ എറിഞ്ഞത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് എറിഞ്ഞത് എന്നെല്ലാം പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തിരുന്നു. അതിനുശേഷം മുങ്ങൽ വിദഗ്ധരെ എത്തിച്ച് സ്കൂബ ഡൈവേഴ്സിനെ എത്തിച്ചാണ് ഇപ്പോൾ ഈ പാറമടയിലെ വെള്ളത്തിൽ പരിശോധന നടത്തുന്നത്. മുങ്ങിയെടുക്കുന്നതിനിടെ ഒരു ഫോൺ ലഭ്യമായിട്ടുണ്ട്. അത് പ്രതി എറിഞ്ഞ ഫോൺ തന്നെയാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കൂടുതൽ വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയമായി ഈ പരിശോധന മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള പരിശോധന ഇവിടെ ഈ പാറമടയിൽ തുടരുകയാണ്. പാറമടയിലെ വെള്ളത്തിലാണ് പ്രതി ഫോൺ എറിഞ്ഞു കളഞ്ഞത്. പോലീസിന് പ്രതിയെയും ഒപ്പം കൊണ്ടുവന്നാണ് ഇവിടെ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇടുക്കി അടിമാലിയിൽ പ്രതി കൊല്ലപ്പെട്ട JC എബ്രഹാമിന്റെ സ്വർണം വിറ്റ സ്ഥലത്ത് ജ്വല്ലറിയിൽ എത്തിച്ച് അവിടെ നിന്നും തെളിവെടുപ്പ് നടത്തുകയും അവിടെ നിന്ന് സ്വർണം കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ പ്രതിയായ ഖദീജയും ഉണ്ടായിരുന്നു കൂടെ. ഈ ഫോൺ കളയുന്ന സമയത്ത് ഖദീജയും കൂടെ ഉണ്ടായിരുന്നു. സിജു, അതായത് ഇയാൾ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട് ചെയ്ത പ്രവർത്തികളിലൊന്നും ഖദീജയ്ക്ക് പങ്കാളിത്തമില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ കൊലപാതകത്തിന് വേണ്ട ആസൂത്രണം നടത്തിയത് ഖദീജയും ഇയാളും ചേർന്നാണ്. അതുകൊണ്ടാണ് കൂട്ടുപ്രതിയായി ഖദീജ ഉള്ളത്. ഖദീജ ഇപ്പോഴും റിമാൻഡിൽ തന്നെയുണ്ട്. പക്ഷേ പ്രധാന പ്രതിയായ ഈ ഗിരീഷ് ബാബുവിനെ ഇയാളാണ് ഈ കൊലപാതകവും തുടർന്നുള്ള തൊണ്ടുമുതൽ നശിപ്പിക്കുക, തെളിവ് നശിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തത്. അത്തരം കാര്യങ്ങൾ അതിൽ ഈ ശേഖരിക്കേണ്ട തെളിവുകൾ ശേഖരിക്കുക എന്നാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഫോൺ കളയുമ്പോഴും കൊലപാതകം നടത്തുമ്പോഴും ഖദീജയുടെ സാന്നിധ്യം സ്ഥലത്തില്ല, അതില്ലായിരുന്നു എന്ന് പോലീസിനും വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇയാളെ എത്തിച്ച് പ്രധാനമായും ഈ ഫ്ളാറ്റിലെ തെളിവെടുപ്പിന് ബാക്കിയുണ്ട്. അതിനു മുൻപായി ശേഖരിക്കേണ്ട മറ്റ് തെളിവുകൾ ശേഖരിക്കുക, തൊണ്ടുമുതൽ ഏതെങ്കിലും കണ്ടെടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കണ്ടെടുക്കുക, അത്തരം നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ ഈ കാക്കനാടുള്ള പാറമടയിൽ പുരോഗമിക്കുന്നത്. മുങ്ങൽ വിദഗ്ധരെ സ്കൂബ ഡൈവേഴ്സിനെ എത്തിച്ച് വിദഗ്ധരായ സ്കൂബ ഡൈവേഴ്സിനെ എത്തിച്ചാണ് ഇപ്പോൾ ഈ പാറമടയിലെ വെള്ളത്തിൽ വളരെ ആഴമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂബ ഡൈവേഴ്സ് ഇതിനുള്ളിലേക്ക് ഇറങ്ങി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ എറിഞ്ഞു കളഞ്ഞ ഫോണിന് വേണ്ടിയാണ് പരിശോധന. ഫോണിന് സമാനമായ രീതിയിൽ ചില കല്ലിന്റെ കഷ്ണങ്ങൾ, അല്ലെങ്കിൽ കോൺക്രീറ്റ് കഷ്ണങ്ങൾ എറിഞ്ഞ് എവിടം വരെ ഇത് എത്തും, ഫോൺ എറിഞ്ഞാൽ എത്തും എന്നത് കൂടി ആദ്യം പോലീസിന്റെ സ്കൂബ ഡൈവേഴ്സിന്റെ നേതൃത്വത്തിൽ ആദ്യം പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത് ഫോൺ എവിടെ വരെ എത്താം എന്നുള്ള ഒരു ദൂരം കണക്കാക്കി അത്രയും പരിധിക്കുള്ളിലുള്ള പരിശോധന നടത്തുന്നത്. എന്തായാലും സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങി പരിശോധിച്ചു. JC എബ്രഹാമിന്റെ കൊലപാതകമായി ബന്ധപ്പെട്ട് ഇനി കണ്ടെത്താനുള്ള ഏക തെളിവ് ഇത് മാത്രമാണോ? ഈ ഇവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഡമ്പൽ ഉപയോഗിച്ച് തലക്കടിച്ചു എന്നുള്ളതാണല്ലോ ആദ്യഘട്ടത്തിൽ വന്ന വാർത്തകൾ. അക്കാര്യങ്ങളെല്ലാം തന്നെ പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏക തെളിവ് ഇത് മാത്രമാണോ? ഈ ഫോൺ മാത്രമാണോ കിട്ടാനുള്ളത്? പ്രധാനമായും പോലീസിന് ലഭ്യമാകേണ്ട തെളിവ് ഇതാണ്. ഇതിനുശേഷമാണ് ഇനി ഫ്ളാറ്റിലുള്ള തെളിവെടുപ്പ് നടക്കുക. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് മറ്റു കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുള്ളത്. ഇത് ഡമ്പൽ എവിടെയും ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. എന്തായാലും ഏറ്റവും പ്രധാനം ഈ സ്വർണവും പണവും കവർന്നെടുക്കാനാണ് പ്രതി കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇയാൾ കയ്യിൽ കിട്ടിയ സ്വർണം അടിമാലിയിൽ കൊണ്ടുപോയി വിറ്റു എന്നത് പോലീസിനോട് സമ്മതിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അടിമാലിയിലുള്ള ജ്വല്ലറിയിൽ പോയി പോലീസ് പരിശോധന നടത്തിയത്. അവിടെ നിന്നും 2 വളകൾ ഉരുക്കി, അതായത് ഇയാൾ വിറ്റ ശേഷം ഈ ജ്വല്ലറിയിൽ അത് ഉരുക്കി സ്വർണ്ണ കട്ടിയാക്കി മാറ്റിയിരുന്നു. അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് തൂക്കവും ഏകദേശം പോലീസിന്റെ അതായത് ഈ വളയുടെ തൂക്കത്തിന് സമാനമായ രീതിയിൽ തന്നെയുള്ള തൂക്കമാണ്. വള ഉരുക്കിയതാണെന്ന് ജ്വല്ലറി ഉടമകൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ലഭിച്ചതോടുകൂടി തന്നെ അതിനുശേഷം അടുത്ത പടിയായാണ് ഇന്നിപ്പോൾ ഫോൺ കണ്ടെത്താനുള്ള ശ്രമം. കാരണം ഇയാൾ ഈ ഭാഗത്ത് നിന്ന് പോകുന്ന കളമശ്ശേരിയിൽ നിന്ന് രാത്രി തന്നെ മടങ്ങി പോകുമ്പോഴാണ് ഈ പാറമടയുടെ സൈഡിൽ നിന്ന് ഈ മൊബൈൽ ഫോൺ ഈ പാറമടയിലെ വെള്ളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. കൃത്യമായ അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് നിർത്തിയ ശേഷം പോലീസ് ഇയാളോട് വിവരങ്ങൾ ചോദിച്ചു. കൃത്യമായി തന്നെ ഇയാൾ വിവരങ്ങൾ പറഞ്ഞു നൽകുകയും ചെയ്തു. ഏത് ഭാഗത്തേക്കാണ് എറിഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു പോലീസിനോട്. അതുകൊണ്ടാണ് ഒരു ഫോൺ എറിഞ്ഞാൽ ആ പ്രത്യേക സ്ഥലത്ത് റോഡരികിൽ നിന്ന് ഫോൺ എറിഞ്ഞാൽ എത്ര ദൂരം വരെ ഈ ഫോൺ പോകും എന്നത് കണക്കാക്കി ആ പരിധിക്കുള്ളിലാണ് പരിശോധന നടത്തുന്നത്. ഒരു ഫോൺ ഒരു മുങ്ങൽ വിദഗ്ധൻ താഴെ മുങ്ങിയപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും വളരെ കൃത്യമായി തന്നെ, കാരണം അത് വളരെ അടുത്തു നിന്നാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഇയാൾ തെളിവ് നശിപ്പിക്കാനുള്ള ഉദ്ദേശമായതുകൊണ്ട് തന്നെ ദൂരേക്ക് ഫോൺ എറിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഫോൺ എത്താവുന്ന ഒരു ഫോണിന്റെ വലുപ്പവും അതിന്റെ ഭാരവും കണക്കാക്കി അത് എറിഞ്ഞാൽ എത്താവുന്ന പരമാവധി പരിധിക്കുള്ളിൽ വ്യക്തമായി തന്നെ
മുഴുവൻ ഈ വെള്ളത്തിനടിയിൽ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും സ്കൂബ ഡൈവേഴ്സിനെ ഉപയോഗിച്ചുള്ള ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിജു, തിയോഫിനി, അന്ന് ഈ ജയ്സിയുടെ ശരീരത്തിൽ ധരിച്ചിരുന്ന ആഭരണങ്ങൾ മാത്രമാണോ ഇയാൾ കവർന്നത്? അത് എത്ര പവനുണ്ടായിരുന്നു? അത് മൊത്തം ഉരുക്കി മാറ്റി കഴിഞ്ഞോ? സിജു, പ്രധാനമായും അതായത് ഈ ജെയ്സിയെ സംബന്ധിച്ച് ജെയ്സി എബ്രഹാം റിയൽ എസ്റ്റേറ്റ് ഇടപാടുണ്ടായിരുന്ന വ്യക്തിയാണ്. അതിനാൽ തന്നെ വളരെയധികം പണം ഇവരുടെ കയ്യിൽ ഫ്ളാറ്റിൽ സ്വർണവും പണവും ഇവർ ഫ്ളാറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ടാകാം എന്ന ഒരു ധാരണയിലാണ് അത് മുഴുവൻ തട്ടിയെടുക്കാമെന്ന് കരുതിയാണ് ഇവർ ഈ കൊലപാതകം നടത്തിയത്. പക്ഷേ ഗിരീഷിന് ഈ കൊലപാതകം നടത്തിയ ശേഷം 2 വളകൾ മാത്രമാണ് ലഭ്യമായത്. അതായത് 2 പവൻ തൂക്കം വരുന്ന സ്വർണം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മറ്റ് സ്വർണമോ പണമോ ഒന്നും ലഭ്യമായിട്ടില്ല എന്നതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഈ സ്വർണമാണ് ഇയാൾ അടിമാലിയിൽ എത്തിച്ച് വിൽപ്പന നടത്തിയത്. കാരണം പലതവണ ഇയാൾക്ക് ചെറിയ തോതിൽ ഈ പെർഫ്യൂം ഇടപാട് വിൽപ്പന ഉണ്ടായിരുന്നു. ഇയാളുടെ ഒരു സുഹൃത്ത് വഴി ഉണ്ടായതാണ്. അങ്ങനെ അത്തരത്തിൽ യാത്ര ചെയ്ത് അടിമാലിയിൽ ഇയാൾക്ക് യാത്ര ചെയ്ത് പരിചയമുണ്ട്. അവിടെ പരിചയമുള്ള ഒരു ജ്വല്ലറിയിൽ കൊണ്ട് വിറ്റു എന്നാണ് പറയുന്നത്. ആ സ്വർണമാണ് ഇന്നലെ പോലീസ് കണ്ടെടുത്തത്. അതെന്തായാലും ഇയാൾ ഈ ഫ്ളാറ്റിൽ നിന്നും ജെയ്സി എബ്രഹാമിന്റെ കയ്യിൽ നിന്ന് കിട്ടി എന്ന് പറയുന്ന സ്വർണത്തിന്റെ അളവ് ആ 2 വളകൾ, ആ 2 വളകൾക്ക് തുല്യമായ തൂക്കമുള്ള ഉരുക്കിയ സ്വർണം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മറ്റ് സ്വർണമോ പണമോ ഒന്നും ഇയാൾക്ക് ലഭിച്ചിട്ടില്ല ഈ കൊലപാതകത്തിന്റെ ഫലമായി. പക്ഷേ കൊലപാതകം നടത്തിയ ശേഷം ഇയാൾക്ക് തെളിവ് നശിപ്പിക്കാനുള്ള ഒരു തിടുക്കത്തിലുള്ള ശ്രമത്തിലായിരുന്നു ഇയാൾ. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇയാൾ ഇൻഫോ പാർക്കിലെ ജീവനക്കാരനാണ്. വർക്ക് അറ്റ് ഹോം എന്ന രീതിയിൽ ഇയാൾ ജോലി ചെയ്യുന്ന ഒരു പതിവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എവിടെയെങ്കിലും പോയാൽ ഇയാൾ യാത്ര പോകുന്ന പതിവുണ്ട്. ഇപ്പൊ അടിമാലിയിലൊക്കെ ഇടയ്ക്കിടെ പോകാറുള്ള വ്യക്തിയാണ്. അവിടെ ഇരുന്നായാലും ഇയാൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുമെന്ന്, ഒരു ഇന്റർനെറ്റ് മുഖേന വർക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള സൂചനയാണ് പോലീസ് നൽകുന്നത്. അങ്ങനെ ഇയാൾ പലപ്പോഴും സുഹൃത്തുക്കൾ മുഖേനയും മറ്റു പല ഇടപാടുകളുമൊക്കെയായി ഇയാൾ പലപ്പോഴും പലയിടത്ത് യാത്ര ചെയ്യുന്നു. അക്കൂട്ടത്തിലാണ് ഈ ഗിരീഷിന് മുൻപ് ഏതെങ്കിലും തരത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇയാൾക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഉള്ളതോ മറ്റ് കേസിൽ ഇടപെട്ടതോ അല്ലെങ്കിൽ ഉൾപ്പെട്ടതോ ആയ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിൽ കൂടി ഇയാൾ തീവ്ര ഒരു ഹിന്ദുത്വ സ്വഭാവമുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. തന്നെയുമല്ല ഈ പ്രദേശത്ത് RSS പ്രവർത്തകനാണോ ഗിരീഷ്? അങ്ങനെ സ്ഥിരീകരിച്ചിട്ടില്ല. RSS പ്രവർത്തനാണ് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ സംഘപരിവാറിനോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അത്തരത്തിൽ സംഘപരിവാറിന് വേണ്ടി വാദിക്കുന്നു. പലപ്പോഴും ഇവിടെയുള്ള ചില ഗ്രൂപ്പുകളിൽ ഇയാൾ അംഗമായിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ഈ സംഘപരിവാറിന് വേണ്ടി തീവ്രമായി നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ 2 ഫോണുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്കൂബ ഡൈവിംഗ് ടീമിലെ വിദഗ്ധർ കണ്ടെത്തിയതായിട്ടാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ ഗിരീഷ് അവിടേക്ക് എറിഞ്ഞ ഫോണാണെന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 ഫോണുകളാണ് ഇപ്പോൾ അവിടെ നിന്നും ആ മുങ്ങൽ വിദഗ്ധൻ ഉയർത്തി കാട്ടുകയും ചെയ്തത്. ആ പരിശോധന അവിടെ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് തിയോഫിൻ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? തീർച്ചയായും സിജു, രണ്ടാമതൊരു ഫോൺ കൂടി ലഭിച്ചിരിക്കുന്നു. ഈ ഫോൺ, അതായത് ഈ 2 ഫോണുകൾ ലഭിച്ചിട്ടുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഫോൺ ഇതിന്റെ ഈ പാറമടയുടെ കരയിൽ നിന്ന് റോഡിൽ നിന്ന് എറിഞ്ഞാൽ എത്താവുന്ന ദൂരപരിധിക്കുള്ളിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 2 ഫോണുകളിൽ അതുണ്ട് എന്നാണ് വ്യക്തമായത്. മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. മുങ്ങൽ വിദഗ്ധരും അത് തന്നെ പറയുന്നു. ആ ഉദ്ദേശിച്ച സാധനം കിട്ടി എന്നതാണ്, തൊണ്ടി മുതൽ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇതിൽ ഏതാണ് ഈ ഫോൺ എന്ന് അറിയിക്കേണ്ടത് മാത്രമാണ്, അല്ലെങ്കിൽ അത് തിരിച്ചറിയുക എന്നത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എന്തായാലും നിലവിൽ പോലീസ് എന്തിനു വേണ്ടി പരിശോധന നടത്തിയോ ആ ആവശ്യമുള്ള ഏതായാലും എനിക്ക് തോന്നുന്നു പരിശോധന, മുങ്ങൽ വിദഗ്ധർ പരിശോധന നിർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഗിരീഷ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഫോൺ അത് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 2 ഫോൺ കിട്ടി. അതിലേതാണ് ഈ ഫോൺ എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും മുങ്ങൽ വിദഗ്ധർ പരിശോധന അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ തിയോഫിൻ? തീർച്ചയായും സിജു, നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന പരിശോധന മുങ്ങൽ വിദഗ്ധർ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ രണ്ട് ഫോണുകൾ ഉദ്ദേശിച്ച ആ ദൂരപരിധിക്കുള്ളിൽ നിന്ന് തന്നെ വെള്ളത്തിൽ നിന്നും ഫോണുകൾ ലഭ്യമായ സാഹചര്യത്തിൽ അത് തന്നെയാണ്, അതിലൊരു ഫോൺ താൻ എറിഞ്ഞ ഫോണാണെന്ന് പ്രതി പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ ഇത് കൃത്യമായി കിട്ടിയ സാഹചര്യത്തിൽ തൽക്കാലം ഈ പരിശോധന ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട യന്ത്രങ്ങൾ അത് പ്രവർത്തനം നിർത്തി എടുക്കുന്നതാണ്. കാരണം ഈ മുങ്ങുന്നതിനായി ഈ ശ്വാസത്തിന് ഓക്സിജൻ ലഭ്യമാകേണ്ടതിന് ഒരു കംപ്രസർ ഉപയോഗിച്ചാണ് ഈ വായു ലഭ്യമാക്കിയിരുന്നത്. ആ കംപ്രസർ നിലവിൽ ഓഫ് ചെയ്തു. മറ്റ് സാധനങ്ങൾ പ്രവർത്തനം നിർത്തി ഓരോരുത്തരായി കരയ്ക്ക് കയറിക്കൊണ്ടിരിക്കുന്നു മുങ്ങൽ വിദഗ്ധർ. അപ്പൊ എന്തായാലും ആ കൃത്യമായി ഉദ്ദേശിച്ച സ്ഥലത്തു നിന്നും ഈ ഫോൺ ലഭ്യമായ സാഹചര്യത്തിൽ ഇത് തന്നെയാണ്, അല്ലെങ്കിൽ പ്രതി എറിഞ്ഞു കളഞ്ഞ തൊണ്ടി മുതലാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതിൽ ഏതാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്തായാലും പ്രതി അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്.
നിലവിൽ പോലീസിന് ഇപ്പോൾ തൊണ്ടി മുതലായി കിട്ടേണ്ട ഫോൺ അത് മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ, വിശദമായ പരിശോധനയിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ലഭ്യമായിരിക്കുന്നു. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കളമശ്ശേരി കൊലപാതക കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പോലീസ് പുഴയിലേക്ക് എറിഞ്ഞ ഫോൺ കണ്ടെത്തിയിരിക്കുന്നു. 2 ഫോണുകളാണ് ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തത്. ഇതിൽ ജെസ്സി എബ്രഹാമിന്റെ എന്ന് കരുതുന്ന ഫോൺ, അതായത് തെളിവ് നശിപ്പിക്കാനായതിന്റെ ഭാഗമായി ഗിരീഷ് ആറ്റിലേക്ക് എറിഞ്ഞ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. അതിനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധന വളരെ വേഗം തന്നെ ഈ ഫോണുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഗിരീഷുമായുള്ള തെളിവെടുപ്പ് തുടരുകയാണ്.